അപ്പോൾ ബാംഗ്ലൂർ പോവാണ് കേട്ടോ. പുതിയൊരു ടീമാണ്, അവരുടെ വണ്ടിയിലാണ് പോണത്. റെസ്റ്റൊന്നും ഇല്ലാത്തൊരു ട്രിപ്പാണ്. ഒരു ടീമിനെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. കൂടെ വരുമ്പോൾ ഒരാൾ തിരിച്ചുണ്ട്. കാഴ്ചകൾ കാണാനും നല്ല പോണെന്ന് പറയാം. അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അധികം പറ്റിയിട്ടില്ല. വണ്ടിയിൽ വെച്ചുള്ള കുറച്ച് വീഡിയോസ് മാത്രം അങ്ങനെ എടുത്തു. ഈ കാണുന്നതാണ്, നമ്മൾ കാണുമ്പോൾ എന്താണെന്ന് വിചാരിക്കും. ഈ കാണുന്നത് ഈ കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു ലീഫാണ് കേട്ടോ. അത് ഭയങ്കര ഒരു ഭംഗിയായിരുന്നു കാണാൻ. അതായത് ഭയങ്കര വലിപ്പം, വലിയ വീലുള്ള ലോറിയിൽ, ഒരുപാട് വീലുള്ള ലോറിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. അതിപ്പോൾ സൈഡിൽ പാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ബാംഗ്ലൂർ ഭയങ്കര ബ്ലോക്കാണ്, ഒന്നും പറയാനില്ലല്ലോ. ഒരു രക്ഷയില്ല. ആദ്യം വണ്ടി ഓടിക്കാനും എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനും ഒന്നും പറ്റില്ല. എന്നാലും പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് അന്ന് രാത്രി തന്നെ തിരിച്ച് പോന്നു. അങ്ങനെ ഒരു നൈറ്റും ഒരു പകലുകൊണ്ട് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ ആ ഒരു ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ഇതിലിട്ടു എന്നുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം പോയത് നമ്മൾ കൃഷ്ണഗിരി ഒന്നും ടച്ച് ചെയ്യാതെയാണ് പോയത്. ധർമ്മപുരിയിൽ നിന്ന് ലെഫ്റ്റ് പോയി പുതിയ റോഡ് ബാംഗ്ലൂരിലേക്കുള്ളത്. അതായത് അവസാനം മൊസൂരിൽ ചെന്ന് ചേരുന്നതാണ്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കൃഷ്ണഗിരി തന്നെ വന്നത്. കാരണം എന്താ വെച്ചാൽ പോയ റോഡ് ലാസ്റ്റ് കുറച്ച് മോശം ഉണ്ടായിരുന്നു, വർക്ക് കഴിയാനുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി. തൊപ്പൂര് കഴിഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. എന്തായാലും സൂപ്പർ റെസ്റ്റോറൻ്റ് ആയിരുന്നു. എല്ലാ ഫെസിലിറ്റിയും, ശ്രമിക്കാനുള്ള റൂം, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് പുതിയതാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ആരെങ്കിലും ഇനി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണം. തീർച്ചയായും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.